ഏറ്റവും ശ്രേഷ്ഠമായ 99 നാമങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്ന. ആ അസ്മാഉൽ ഹുസ്നയിലെ ഒരു ഇസ്മുണ്ട്. ആ ഇസ്മിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ ഓരോരുത്തരും അത് ചൊല്ലുന്നവരാണ്, പതിവാക്കുന്നവരാണ്. ഈ ഇസ്മ് അത്ഭുതങ്ങളുടെ കലവറയാണ്. ഇതുകൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്ത ഒരു കാര്യവുമില്ല. അത്രമേൽ അതിനെക്കുറിച്ച് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അസ്മാഉൽ ഹുസ്നയിലെ യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന് പറയുന്ന ഇസ്മുകളെ ഓരോ ദിവസവും ഒരു പ്രത്യേക എണ്ണത്തിൽ പതിവാക്കാത്ത ആരും എന്റെ ശബ്ദം കേൾക്കുന്നവരിൽ ഉണ്ടാവില്ല. കാരണം പല മശായിഖുമാരും പല ഷെയ്ഖുമാരും പല ഗുരുവര്യന്മാരും അവരവരുടെ ശിഷ്യഗണങ്ങൾക്കും അവരവർക്കൊക്കെ കൊടുക്കുന്ന ഒരു മഹത്തായ ഇസ്മാണ് യാ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മ. അള്ളാഹുവിന്റെ അൽ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മ. ഈ ഇസ്മ വളരെയധികം ഫലമുള്ള ഇസ്മാണ്, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഇസ്മാണ്. അവൻ എന്തു കാര്യത്തിന് വേണ്ടിയാണോ ഇത് ചൊല്ലുന്നത് അത് പൂർത്തീകരിക്കുമെന്നുള്ളതാണ്. നമ്മൾ ഈ യാ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മിനെ കുറിച്ച് എത്ര തവണ പറഞ്ഞിട്ടുണ്ടെന്നറിയോ? അത് പറഞ്ഞാലും തീരൂല. അത്രമേൽ അതിനെക്കുറിച്ച് പറയാനുണ്ട്. ആരെങ്കിലൊക്കെ വുളൂ എടുത്ത് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പ്രത്യേകമായിട്ട് വന്നിരുന്ന് അവന്റെ ഏതെങ്കിലും ഒരു നിയ്യത്ത് പൂർത്തീകരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടെ 100 തവണ ഈ ഇസ്മ ഉരുവിട്ട് കഴിഞ്ഞാൽ അവന്റെ ഉദ്ദേശം പെട്ടെന്ന് പൂർത്തീകരിക്കപ്പെടും. അസ്മാഉൽ ഹുസ്നയിലെ യാ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പിടി അമലുകളാണ് പറയുന്നത്. നിങ്ങൾക്ക് നോട്ട്ബുക്ക് എടുത്ത് ഇത് കൃത്യമായി ഒരു ഭാഗത്ത് യാ ലത്തീഫ് എന്ന് ഹെഡിങ് കൊടുത്ത് എഴുതി വെച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വിഷയങ്ങളിലും ഇത് ഉപയോഗിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ കാരണമാകും. ഇതുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുണ്ട്. ആ മലക്ക് അതിന്റെ ഖാദിമാണ് ഈ മലക്ക്. യഥാർത്ഥത്തിൽ ആ മലക്കിന് കീഴിൽ തന്നെ ഒരുപാട് മലക്കുകളുണ്ട്. അവർക്ക് കീഴിൽ ഒരുപാട് അണികളുണ്ട്. അവരൊക്കെ റഹ്മത്തിന്റെ മലക്കുകളുടെ താങ്ങായി വർത്തിക്കുന്നവരാണ്. ആ ഖാദിമീങ്ങളും മലക്കുകളും അണികളൊക്കെ നമ്മുടെ ഓരോ ആവശ്യങ്ങളും നിറവേറ്റാൻ വേണ്ടി ഇത് ചൊല്ലുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നൊക്കെ പറയപ്പെട്ടിട്ടുണ്ട്. അസ്മാഉൽ ഹുസ്നയിലെ ആ യാ ലത്തീഫ് എന്നതിനെ കുറിച്ച് ഇനിയും നമ്മൾ അറിയാനുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇതിലെ ഏതെങ്കിലും ഒരു അമൽ ഉപയോഗപ്പെടും എന്നുള്ളത് തീർച്ചയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. അടുത്ത ചൊവ്വാഴ്ച ഉണ്ടാകും. ആ ചൊവ്വാഴ്ചത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അതിന്റെ തൊട്ടു മുമ്പുള്ള ഞായറാഴ്ച 10 മണിക്കാണ് വിളിക്കേണ്ടത്. അങ്ങനെ കറക്റ്റ് സമയം പാലിച്ച് വിളിച്ച് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് കാണാനുള്ള അവസരം. ബുക്ക് ചെയ്യാതെയാകുമ്പോൾ ഒരുപാട് ആളുകൾ വരുമ്പോൾ നമുക്ക് കൺസൾട്ട് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ബുക്ക് ചെയ്തു വരുന്നവർക്കും അത് പ്രയാസമുണ്ട്. അതുകൊണ്ട് ഞായറാഴ്ച 10 മണിക്ക് ബുക്ക് ചെയ്ത് വിളിച്ച് ബുക്കിംഗ് എടുത്തവർക്ക് മാത്രമാണ് ചൊവ്വാഴ്ച കാണാൻ സാധിക്കുക. നമ്മുടെ ഇത്തരം കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ വാട്സപ്പിൽ നമ്മൾ സ്റ്റാറ്റസ് വെക്കും. പക്ഷെ അത് നമ്പർ സേവ് ചെയ്യപ്പെട്ടവർക്ക് മാത്രമേ കാണാൻ സാധിക്കൂ. മാത്രമല്ല ഇവിടെയും നമ്പർ സേവ് ചെയ്യണം. പലപ്പോഴും നമുക്ക് നമ്പർ സേവ് ചെയ്യാൻ സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റഗ്രാമിന്റെ ID ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് നമ്പർ സേവ് ചെയ്യുകയോ ഫോളോ ചെയ്യുകയോ ഒന്നും ആവശ്യമില്ല. ആർക്കും എപ്പോഴും എടുത്തു നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പൊ അവിടെ നോക്കിയാൽ അതിന്റെ അപ്ഡേഷൻ ഒക്കെ കിട്ടും എന്നറിയിക്കണേ. അപ്പൊ ഏതെല്ലാം ചൊവ്വാഴ്ചകളിൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അങ്ങനെ കൺഫേം ചെയ്യാം. അള്ളാഹു നമുക്ക് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് വലിയ രക്ഷയും സലാമത്തൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിവിടെ പറയുന്ന ഓരോ അമലുകളും വളരെ ആത്മാർത്ഥമായി ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. അവർക്കൊക്കെ വലിയ വലിയ ഫലങ്ങൾ ലഭിച്ച ഓരോ അനുഭവങ്ങളും നമ്മൾ അറിയിക്കാറുണ്ട്. അതൊക്കെ അവര് ഓരോ അമലുകളും വളരെ ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ അതിന് ലഭിക്കുന്ന റിസൾട്ടുകളാണ്. അല്ലാഹു നമുക്കും നമ്മൾ ചെയ്യുന്ന അമലുകളിലൊക്കെ നല്ല ഫലം നൽകട്ടെ. അൽ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മ, അത് അക്ഷരം ശ്രദ്ധിച്ചു പറയണം. ലത്തീഫ് ലത്തീഫ് എന്നല്ല, എന്ന് പറയുന്ന അക്ഷരാണ് ലത്തീഫ്. യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന്. സൂക്ഷ്മ ദൃഷ്ടിയുള്ളവൻ, മൃദുവായി വർത്തിക്കുന്നവൻ എന്നൊക്കെയാണ് ഈ പദത്തിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ പ്രവർത്തികളിൽ കനിവും ജ്ഞാനത്തിന്റെ സൂക്ഷ്മ ദൃഷ്ടിയും സമ്മേളിച്ചവൻ അത് അല്ലാഹുവാണ്. യഥാർത്ഥത്തിൽ അതിന്റെ പരിപൂർണാർത്ഥത്തിലുള്ളത് അല്ലാഹു മാത്രമാണ്.
സൃഷ്ടികളൊക്കെ ലുത്തുഫുള്ള ആളുകളുണ്ടാകും, അങ്ങേയറ്റം മൃദുലതയുള്ള ആളുകളെ, സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവര്. അള്ളാഹുവാണ് പൂർണ്ണാർത്ഥത്തിൽ ആ രൂപത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ആ മനസ്സ് അത് ലയിപ്പിക്കാനും അവരുടെ മനസ്സ് മൃദുലമായി കിട്ടാനൊക്കെ ഈ ഇസ്മ പൊതുവില് ഉപയോഗിക്കാറുണ്ട്. നമ്മളൊരാളെ കാഠിന്യമേറിയ ചിന്തയുമായിട്ട് നടക്കുകയാണ്, അയാളുടെ അടുക്കലിൽ നിന്ന് നമുക്കൊരു കാര്യം സാധിച്ചു കിട്ടണം. എന്നാൽ അസ്മാഉൽ ഹുസ്നയിലെ പവിത്രമായ ഈ ഇസ്മ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മ അതിന്റെ അദദായ അക്ഷരസംഖ്യയായ 129 തവണ, ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് നമ്മൾ അവസാനം വിശദീകരിക്കും. അത്രയും തവണ പ്രത്യേകം ചൊല്ലിയിട്ട് അവരുടെ മുമ്പിലേക്ക് എത്തിയാൽ നമുക്ക് അതിലൊരു ലുത്തുഫ് കിട്ടാൻ കാരണമാകും, അതിലൊക്കെ ഒരു എളുപ്പം കിട്ടാൻ, ഒരു മൃദുലത കിട്ടാൻ കാരണമാകും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ മക്കൾ ഇന്റർവ്യൂവിന് പോവുകയാണ്, വളരെ ടഫായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ്. നമ്മുടെ മക്കളെ എക്സാം PSC എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പോവാണ്, നെറ്റ് എഴുതാൻ പോവാണ്, സെറ്റ് എഴുതാൻ പോവാണ്, നീറ്റ് എക്സാം, G എക്സാം, ഇങ്ങനെയുള്ള എല്ലാ എൻട്രൻസ് എക്സാമുകൾക്കൊക്കെ പോകുന്നതിന്റെ ടഫായിട്ടുള്ള എക്സാമിനൊക്കെ പോകുന്നതിന്റെ തൊട്ട് മുമ്പ് നമ്മുടെ മക്കളോട് ഈ ഒരു ഇസ്മ ഇത്രയും തവണ അതിന്റെ അതനുസരിച്ച് ചൊല്ലിയിട്ട് പോകാൻ പറഞ്ഞാൽ അവർക്ക് ആ എക്സാമിലൊക്കെ അത്ഭുതകരമാകുന്ന രൂപത്തിൽ എളുപ്പമാകാനും അതിന്റെ ആൻസേഴ്സ് ഒക്കെ വളരെ പെട്ടെന്ന് അവരുടെ ഹൃദയത്തിലേക്ക് വരാനൊക്കെ കാരണമാകും. അത് ഈ ഇസ്മിന്റെ ഒരു സവിശേഷതയാണ്. അപ്പൊ ഇതിന്റെ ഒരു ഉപയോഗം നിങ്ങൾ എഴുതി വെച്ചില്ലേ, ഓരോ ഉപയോഗങ്ങൾ എഴുതി വെക്കണം. യാ ലത്തീഫ് എന്നുള്ള ഹെഡിങ് കൊടുക്കുക, നോട്ട്ബുക്ക് എടുക്കുക, അതിൽ കൃത്യമായി എഴുതുക. ഇൻഷാ അല്ലാഹ് എഴുതിയിട്ട് അത് ഓരോ ഘട്ടങ്ങൾ എത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ വിഷയങ്ങളിലേക്ക് എത്തുമ്പോൾ അത് ഉപയോഗിക്കുക. നമ്മുടെ മക്കളൊക്കെ എക്സാമിന് പോകുമ്പോൾ, പബ്ലിക് എക്സാമുകൾക്ക് പോകുമ്പോൾ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി അവരോട് പറയാം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് യഥാർത്ഥത്തിൽ ഇത് ഞാൻ എല്ലാ ദിവസവും പറയാറുണ്ട്. നമ്മളൊരു 129 തവണ ഇത് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ 129 തവണ വിളിക്കണം, ദുആ ചെയ്യണം. യഥാർത്ഥത്തിൽ ഇവിടെ യാ എന്ന് പറഞ്ഞാൽ നിദാഇന്റെ അക്ഷരം എന്നാണ്. അറബിക് ഗ്രാമർ നഹ്വ് അറിയുന്നവർക്കറിയാം, യാ എന്ന് ഉൾപ്പെടെയുള്ള ചില അക്ഷരങ്ങളുണ്ട്. ആ അക്ഷരങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഒരാളെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. യാ അല്ലാഹ്, അല്ലാഹുവേ എന്നാ വിളിക്കണം, അല്ലാഹുവേ, അല്ലാഹുവിനെ വിളിക്കണം. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ആ എക്സാമിന് പോകുമ്പോൾ ദുആ ചെയ്യണം അല്ലാഹുവിനോട്. അങ്ങനെ അതിനെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ചില ആളുകൾക്കൊക്കെ നല്ല ബുദ്ധിശക്തി ഉണ്ടാവും, അപ്പൊ എഴുതിയെടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ മറന്നുപോകും. അതുകൊണ്ടാണ് എഴുതി വെക്കാൻ വേണ്ടി പറയുന്നത്. വീഡിയോ എടുത്ത് പിന്നെയും കാണുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ചിലപ്പോൾ പ്രയാസമായിരിക്കും. പിന്നെ എഴുതി വെച്ച ഓർമ്മക്കനുസരിച്ച് പിന്നെയും വീഡിയോ എടുത്ത് നോക്കി കാണുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഈ രൂപത്തിൽ ഒരു അമൽ നിങ്ങളതുമായി ബന്ധപ്പെട്ട് എഴുതി വെച്ചു എന്ന് മനസ്സിലാക്കുന്നു. ഈ ഇസ്മിന്റെ മഹത്വം വളരെ പ്രസിദ്ധവും അപാരവും പ്രയോജനങ്ങൾ വളരെ മശൂറുമാണ്. ഒരുപാട് ആളുകൾ, ഞാനിത് പറയുമ്പോൾ തന്നെ യാ ലത്തീഫ് പതിവാക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. നമുക്കറിയാം, വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് ഒരുപാട് അത്ഭുതങ്ങൾ ഈ ഇസ്മ കാരണമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ വിഷയങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഈ ഇസ്മ കൊണ്ട് നമ്മൾ മുസാഹബത്തായതിന്റെ പേരിൽ ഈ ഇസ്മ നമ്മൾ ഉപയോഗിച്ചത് എത്രയോ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കും ഇതുപോലെ ഇതുമായി ബന്ധപ്പെട്ട അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും. ഔലിയാക്കളിൽ പലരും ഇതിന്റെ ഫലം പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അവർ പലരും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇത് നിത്യമായി ഉരുവിടലിനെ പതിവാക്കി കഴിഞ്ഞാൽ ആപൽഘട്ടങ്ങളിലെല്ലാം വലിയ ആശ്വാസം ലഭിക്കും. ആത്മാവിലോ ശരീരത്തിലോ ബാധിച്ച വിപത്തുകളെല്ലാം ഇത് ചൊല്ലുമ്പോൾ തന്നെ നീങ്ങും. വേദനകൾ ശമിക്കും. ദുരിതങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും. രോഗികൾക്കും അക്രമകാരികളായ ഭരണാധികാരികൾക്കും അക്രമകാരികൾക്കും ശത്രുക്കൾക്കും കീഴിൽ ശ്വാസം മുട്ടിക്കഴിയുന്ന ആളുകൾ ഉണ്ടാകും. അവരുടെ അക്രമങ്ങൾ സഹിക്കാൻ കഴിയാതെ, അവരുടെ പ്രയാസപ്പെടുത്തലുകൾ കൊണ്ട് ഒരു നിലക്കും മുന്നോട്ട് പോകാൻ കഴിയാത്ത രൂപത്തിൽ അത്തരം ആളുകൾക്കൊക്കെ ഈ ഇസ്മു വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. സാലിഹ് എന്നു പേരുള്ള ആളുകൾ, അത്തരം ആളുകൾക്ക് ഈ നാമം കൂടുതൽ ഫലം ചെയ്യും. അതുപോലെ തന്നെ ജയിലിൽ കഴിയുന്ന ആളുകൾക്ക് അതിൻ്റെയൊക്കെ അമലുകൾ നമ്മൾ കൃത്യമായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ പറയും. ജയിലിൽ കഴിയുന്ന എത്രയോ ആളുകളുണ്ട്, അവരുടെ തടവിൽ കഴിയുന്നവരുടെ മോചനത്തിന് വേണ്ടിയിട്ടൊക്കെ ഈ ഇസ്മ ഉപയോഗിച്ചാൽ നല്ല ഫലം ലഭിക്കും. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിനും അക്രമികളെ തുരത്താനും അവരെ തകർക്കാനൊക്കെ ഈ ഇസ്മ വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഇസ്മ കൊണ്ടുള്ള ചില പ്രത്യേക അമലുകൾ നമ്മളിവിടെ പറയുന്നുണ്ട്.
നിങ്ങൾ കൃത്യമായിട്ടത് എഴുതി വെക്കുക. അസ്മാഉൽ ഹുസ്നയിലെ ഈ ഇസ്മ കൊണ്ട് അമൽ ചെയ്യുന്ന നിരവധി ആളുകൾക്ക് ഈ അമലുകളൊക്കെ ഇതിന്റെ എണ്ണമൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ നിങ്ങളൊക്കെ എഴുതി വെച്ചതുപോലെ അമൽ ചെയ്താൽ നല്ല ഫലം ലഭിക്കും. ആരെങ്കിലും അസ്മാഉൽ, ഇപ്പൊ ജയിലിലൊക്കെ കഴിയുന്ന എത്രയോ ആളുകളുണ്ട് നമ്മുടെ അടുക്കല് നേരിട്ട് കൺസൾട്ടേഷന് വേണ്ടി വരുന്ന ദിവസങ്ങളിലും 3-4 ജയിൽ കേസുകൾ ഉണ്ടാകും. കേസിലകപ്പെട്ടവര്, ചിലത് ജാമ്യം കിട്ടാതെ പ്രയാസപ്പെടുന്നവരായിരിക്കും, ചിലർ റിമാൻഡിലായവരായിരിക്കും, ചിലർ ശിക്ഷ വിധിച്ച് 12 കൊല്ലം ശിക്ഷയ്ക്ക് വിധിച്ച് നിൽക്കുന്ന ആളുകളായിരിക്കും. ഇങ്ങനെ കേസുമായി ബന്ധപ്പെട്ട, ചതികളിൽപ്പെട്ട, ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകളിലും അടിപിടി കേസുകളുമായി ബന്ധപ്പെട്ട് വഞ്ചനയിലൊക്കെ പെട്ട് നിരപരാധികളുമൊക്കെ ആയിട്ടുള്ള പലരും ജയിലിലകപ്പെട്ടവരുണ്ട്. അവരുടെയൊക്കെ മോചനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു ഇസ്മാണ്. ഇവിടെ നേരിട്ട് വന്ന നിങ്ങൾക്കൊക്കെ നമ്മൾ പറഞ്ഞെന്ന അമലിന്റെ അപ്പുറത്തേക്ക് ഈ ഒരു അമലും കൂടെ ചെയ്യുമ്പോൾ അതിന് കൂടുതൽ ഫലം ലഭിക്കും. ആരെങ്കിലും സംബോധനാരൂപം എന്ന് പറഞ്ഞാല് നേരത്തെ നമ്മൾ പറഞ്ഞത് അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളും വ്യത്യസ്തങ്ങളായ രൂപത്തിൽ നമുക്ക് ചൊല്ലാവുന്നതാണ്. അത് അലിഫ് ലാം അല്ല് കൂട്ടിയിട്ട് ചൊല്ലാം. എങ്ങനെ? അർ-റഹ്മാൻ യാ അല്ലാഹ് ഹുവല്ലാഹുൽ ലദീ ലാ ഇലാഹ ഇല്ലാഹു എന്ന് പറഞ്ഞിട്ട് അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാർ, അങ്ങനെ അൽ കൂട്ടിയിട്ട് ഇങ്ങനെ ചൊല്ലിപ്പോകാം. അതേപോലെ തന്നെ യാ കൂട്ടിയിട്ട് നിദാഇന്റെ അക്ഷരം ഉപയോഗിച്ചിട്ട് ചൊല്ലാം. അതെങ്ങനെയാ? യാ അല്ലാഹു യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ മലിക്കു യാ അല്ലാഹ് യാ ഖുദ്ദൂസു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ്. ഇങ്ങനെ യാ കൂട്ടിയിട്ട് ചൊല്ലാം. അങ്ങനെ യാ കൂട്ടിയിട്ട് ചൊല്ലുന്നതിനാണ് സംബോധനാ രൂപത്തിൽ ചൊല്ലുക എന്ന് പറയാം. നിദാഇന്റെ അക്ഷരമാണ്, വിളിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരമാണ് യാ എന്നുള്ളത്. യാ ഉമ്മി, ഉമ്മാനെ വിളിക്കുന്നത്. യാ അബി, ഉപ്പാനെ വിളിക്കുന്നത്. യാ സയ്യിദ്, സയ്യിദേ, സയ്യിദേ എന്ന് വിളിക്കും. ഒരാളെ വിളിക്കാൻ ഉപയോഗിക്കും. അപ്പൊ അള്ളാഹുവിനെ വിളിക്കാൻ ഉപയോഗിക്കുന്ന ആ അക്ഷരം യാ എന്ന അക്ഷരം കൂട്ടിയിട്ട് യാ ലത്തീഫ് എന്ന് വിളിക്കുക. അങ്ങനെ സംബോധനാ രൂപത്തിൽ ആരെങ്കിലും വെള്ളിയാഴ്ച രാവിലെ 4000 തവണ ഇത് ഉരുവിടുകയും ശേഷം അള്ളാഹുവിനോട് പ്രത്യേകം അവന്റെ മുറാദുകൾ പറയുകയും ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കപ്പെടും എന്നുള്ളതാണ്, പൂർത്തീകരിച്ചു കൊടുക്കും എന്നുള്ളതാണ്. അപ്പൊ 4000 തവണ വെള്ളിയാഴ്ച രാവിലെ വിളിക്കാം. യാ ലത്തീഫ് യാ ലത്തീഫ് യാ ലത്തീഫ് യാ ലത്തീഫ്. അതാണ് നമ്മുടെ നൂറെ മദീനയുടെ ആത്മീയ മജ്ലിസിലൊക്കെ ലത്തീഫ് എന്നുള്ള ഇസ്മ പ്രത്യേകം ഉൾപ്പെടുത്തിയത് അതുകൊണ്ടാണ്. നമ്മൾ എല്ലാ ദിവസവും അത് ചൊല്ലും. യാ ലത്തീഫ് എന്നുള്ളത് 129 തവണ ചുരുങ്ങിയത് നമ്മൾ ചൊല്ലും. അതാണ് അതിന്റെ ആദത്. പെൺമക്കളുടെയൊക്കെ സഹോദരിമാരെയൊക്കെ കെട്ടിച്ചയക്കാൻ പ്രയാസപ്പെടുന്ന, വിവാഹം തീരെ ശരിയാകാത്ത, വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാനുള്ള തടസ്സങ്ങളുമായിട്ട് കഴിയുന്ന, വർഷങ്ങളായിട്ട് വിവാഹത്തിന്റെ ആ അവസാന ഘട്ടത്തിൽ വെച്ച് മുടങ്ങിപ്പോകുന്നത്, എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് അവസാന ഘട്ടത്തിൽ മുടങ്ങിപ്പോകുമ്പോൾ പ്രയാസം തന്നെയാണ്. അങ്ങനെ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുന്ന അനുഭവിക്കുന്നവർ കുളിക്കുക, പൂർണ്ണ ശുദ്ധി വരുത്തിയ ശേഷം വുളൂ ചെയ്ത്, കാമിലായ വുളൂ ചെയ്ത്, ഹാജത്തിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ആർക്കെങ്കിലും അത് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അറിയിക്കാം. നമ്മൾ അതിനെക്കുറിച്ച് എങ്ങനെയാണ് അത് ശരിയായ രൂപത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ ഹാജത്തിന്റെ നിസ്കാരം നിസ്കരിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ആദാബുകൾ എന്താണ്, അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യാം. ആവശ്യമെങ്കിൽ എല്ലാവർക്കും അറിയും എന്ന രൂപത്തിലാണ് അതിനെക്കുറിച്ച് പറയാത്തത്. പലരും നമ്മൾ പല വീഡിയോസുകളിൽ അത് ഉണ്ടെന്ന് പറയുമ്പോൾ ഉസ്താദിന്റെ അടുത്ത് നിന്ന് ഞങ്ങൾക്ക് കേൾക്കണം എന്ന് പറഞ്ഞ് പ്രത്യേകം ചെയ്യാൻ വേണ്ടി പറയാറുണ്ട്. ഇൻഷാ അല്ലാഹ് എവിടെന്നെങ്കിലൊക്കെ നിങ്ങൾ പഠിച്ചാൽ മതി. അങ്ങനെ പഠിച്ചിട്ട് നിങ്ങൾ ഹാജത്തിന്റെ നിസ്കാരം പൂർണ്ണമായി നിസ്കരിക്കുക. അപ്പൊ കുളിച്ച് ഫ്രഷായി പൂർണ്ണ ശുദ്ധി വരുത്തിയ ശേഷം വുളൂ ചെയ്ത്, കാമിലായ വുളൂ ചെയ്ത്, ഹാജത്തിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിച്ച ശേഷം ഈ ഇസ്മിനെ 100 തവണ പാരായണം ഓതുക. അങ്ങനെ 100 തവണ ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നല്ല രൂപത്തിൽ ഒരു ഇണയെ അടുപ്പിച്ചു കൊടുക്കും. ഇതൊരു ചെറിയ അമലാണ് കേട്ടോ ഇതുമായി ബന്ധപ്പെട്ടത്. ഇത് ഒരു തവണ ചെയ്ത് അങ്ങനെ വെക്കാനല്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. പ്രത്യേകിച്ച് വിവാഹാലോചന വരുന്നതിന്റെ തൊട്ടു മുമ്പ് പെട്ടെന്ന് കഴിയല്ലോ ഇത്. ഈ കുളിച്ച് ശുദ്ധിയാവുക, വൃത്തിയാവുക എന്നൊക്കെ പറഞ്ഞാല് അതിപ്പോ ഡെയിലി നമ്മൾ ചെയ്യുന്നതാണല്ലോ. പക്ഷെ ഒരു പ്രത്യേക നിയ്യത്തോടു കൂടെ നമ്മൾ ചെയ്യുന്ന ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് എന്ന കരുത്തോടുകൂടെ പ്രത്യേകം ചെയ്യുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അപ്പൊ ഈ ഇസ്മിനെ 100 തവണ ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു അവരുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കും. ശത്രുക്കളെ കൊണ്ടും ഹാസിദീങ്ങളെ കൊണ്ടും അസൂയാലുക്കളെ കൊണ്ടും കച്ചവടം ചെയ്യുന്നവര്, വെറുതെ ആവശ്യമില്ലാതെ കുടുംബത്തിലും മറ്റുമൊക്കെയായിട്ട് നമ്മോട് ഹസദ് വെക്കുന്ന ആളുകളെ, ഇത്തരം ആളുകളൊക്കെ അമർച്ച ചെയ്യാനും അവരുടെ വഞ്ചനകളിലും ചതികളിലൊക്കെ പെടാതിരിക്കാനും 16,641 തവണ, ഇത് മഹാന്മാർ പറഞ്ഞൊരായതാണ് 16,641. ഒരുപാട് അമലുകളിൽ ഇത് വരുന്നുണ്ട്. 16,641 തവണ ചൊല്ലുക. ഇടയിൽ മാക്സിമം സംസാരിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. സംസാരിച്ചു കഴിഞ്ഞാൽ ആദ്യം മുതൽ ചെയ്യുമ്പോഴാണ് അതിന് ഫലം ഉണ്ടാവുക. അപ്പൊ യാ ലത്തീഫ് എന്നുള്ളത് അങ്ങനെ കഠിനമായി ചെയ്യാൻ കഴിയുന്നവർക്ക് ആ റിസൾട്ട് ലഭിക്കുള്ളൂ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ചെയ്യുന്ന സമയത്ത് ഫലം ലഭിക്കോ ഇല്ലേ എന്നുള്ള സംശയമൊന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ പൂർണ്ണ വിശ്വാസത്തോടുകൂടെ ചെയ്താൽ, അങ്ങനെ സംശയം ഉണ്ടായി കഴിഞ്ഞാൽ വിജയം ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ അടുക്കൽ അവന് ഉറച്ച വിശ്വാസത്തോടു കൂടെയാണ് ചൊല്ലുന്നുണ്ടെങ്കിൽ അവന് ആ കാര്യം പൂർത്തീകരിച്ച് ലഭിക്കും. അവൻ ആ ശത്രുക്കളുമായി ബന്ധപ്പെട്ട ഒരു തടസ്സങ്ങളും അവനുണ്ടാവില്ല എന്നുള്ളത് തീർച്ചയാണ്. അപ്പൊ ഇതിങ്ങനെ ചെയ്യാൻ കഴിയാന്ന് പറഞ്ഞാൽ വളരെ കഠിനമായ ഒരു അമലാണിത്. നേരത്തെ പറഞ്ഞ വളരെ എളുപ്പമുള്ള അമലാണ്. അപ്പൊ ഇതിനു വേണ്ടി മാറിയിരിക്കുന്നവർക്ക് ചെയ്യാൻ കഴിയുന്നുള്ളത് ഉറപ്പാണ്. 16,641 എന്ന് പറഞ്ഞാല് ഒരു ദിവസം അതിന് കച്ച കെട്ടി നല്ല നിയത്തോടു കൂടി ഇരുന്നാൽ കഴിയും. പക്ഷെ അതുകൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നതോ അത്ഭുതങ്ങളോ ആയിരിക്കും. അപ്പൊ അതെല്ലാവർക്കും, ഇതിപ്പോ ഞാൻ പറയുമ്പോ തന്നെ നിങ്ങൾക്കൊക്കെ ചെയ്യാൻ കഴിയും എന്ന് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? എന്നാൽ നിങ്ങൾ ചെയ്യണം നിർബന്ധമായിട്ടോ. അതല്ല ചെയ്യാൻ കഴിയൂല എന്നാ പിന്നെ ആ അമലില് ഫലം ഉണ്ടാവൂല. എനിക്കിത് ഫലം ഉണ്ടാവോ? ആ ഒരു ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് തോന്നുന്ന ഒരു അനുഭൂതി ഉണ്ടാകും. അതിനനുസരിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു നമുക്ക് നമ്മൾ ചെയ്യുന്ന അമലുകളിലൊക്കെ നല്ല റിസൾട്ട് നൽകട്ടെ. ഈ വേദനകൾ ശമിക്കാനും ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാനും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൂർണ്ണമായ വുളുവോടുകൂടെ, പൂർണ്ണമായ വുളു എന്ന് പറഞ്ഞാല് വുളുവിന്റെ എല്ലാ സുന്നത്തുകളും പാലിച്ച്, നമുക്കറിയാവുന്ന എല്ലാ സുന്നത്തുകളും പാലിച്ച് മുഖവും കൈകാലുകളൊക്കെ കയറ്റി കഴുകുക. അതേപോലെ തന്നെ വുളുവിന്റെ സുന്നത്തുകൾ ഒരുപാടുണ്ട്. ബ്രഷ് ചെയ്യുക, 3 തവണ കഴുകുക, അവയവങ്ങൾ തേച്ചുരച്ച് കഴുകുക. ഇങ്ങനെ ശക്തിയുള്ള സുന്നത്തുകളും മുഅക്കദായ സുന്നത്തുകളും അല്ലാത്ത സുന്നത്തുകളുമായ ഒരുപാട് സുന്നത്തുകളുണ്ട്. വുളുവിന്റെ ശേഷിച്ച വെള്ളത്തിൽ നിന്ന് അല്പം കുടിക്കുക. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ സുന്നത്തുകളും പാലിച്ച് തല മുഴുവൻ തടവുക. ഇതൊക്കെയാണ് കാമിലായ വുളു എന്ന് പറഞ്ഞാല്. നമ്മൾ തലയിൽ നിന്ന് അല്പം തടവിയാൽ മതി, പക്ഷെ തല മുഴുവൻ തടവുക. ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ പൂർണ്ണമായ സുന്നത്തുകളും പാലിച്ച് കാമിലായ വുളു ചെയ്ത് ഹാജത്തിന്റെ 2 റക്അത്ത് നിസ്കാരം നിർവഹിച്ച ശേഷം ഖിബിലക്ക് അഭിമുഖമായിരുന്ന് 16,641 തവണ ഈ ഒരു ഇസ്മിനെ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാല് അവന്റെ ശരീരത്തിലുള്ള വേദനകൾ മാറും. അതേപോലെ തന്നെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാനുള്ള വളരെ സവിശേഷമായ ഒരു അമലാണ്. ഇതൊരൊറ്റ ഇരുത്തത്തിൽ തന്നെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരൊറ്റ ഇരുത്തത്തിൽ തന്നെ ചെല്ലുന്നതിന്റെ ഇടക്ക് സംസാരിക്കാതിരുന്നാൽ മതി. അപ്പൊ അവന് ഒരു 100 തവണ ചൊല്ലുന്നു. ആ ചൊല്ലുന്ന സമയത്ത് അവന് ആ 100 തവണക്കിടയിൽ സംസാരിക്കുന്നില്ല. അപ്പൊ ഖിബിലക്ക് മുന്നിട്ടിരിക്കുന്നു. അങ്ങനെ ഓരോ നിസ്കാരത്തിന് ശേഷമൊക്കെ ചൊല്ലി 16,641 തവണ ചൊല്ലിയാൽ മതി എന്നുള്ളതാണ്. പഴയകാല സൂഫി വര്യന്മാരിലൊക്കെ ഈ ഇസ്മ ധാരാളമായി ഉരുവിട്ടുകൊണ്ടിരുന്നപ്പോ അവരുടെ ഹാല് മാറിയ അനുഭവങ്ങളൊക്കെ ഉണ്ട്. അതിനു വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ച ചില ദുആകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിൽ പറഞ്ഞ ഒരുപാട് ലെങ്ത് കൂടി പോകുന്നുള്ളതുകൊണ്ടാണ്. അവര് ഈ ദിക്ർ, ഞാൻ പറഞ്ഞല്ലോ, ഈ ദിക്ർ വളരെ അത്ഭുതമാണ്. അത്ഭുതങ്ങളുടെ കലവറയാണ് ഈ ദിക്ർ. ഈ ഒരു ഇസ്മ ഇതൊരു ദിക്റായിട്ട് കൊണ്ടു നടന്നിരുന്നു മഹാന്മാരൊക്കെ. ഈ ഒരു ഇസ്മിനെ ദിക്റായിട്ട് കൊണ്ടു നടന്നിരുന്നു. ഈ അസ്മാഉൽ ഹുസ്നയിലെ പല ഇസ്മുകളും പല മഹാന്മാരും ദിക്റായിട്ട് കൊണ്ടു നടന്നിരുന്നു. ഔലിയാക്കളുടെ ചില മർത്തബകളിലുള്ളവരുണ്ട്, നുഖബാക്കള് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ മർത്തബകളിൽ വിരാജിക്കുന്നവര്, ഉന്നതമായ സ്ഥാനങ്ങളിലുള്ളവര്. അവരൊക്കെ അസ്മാഉൽ ഹുസ്നയിലെ ചില ഇസ്മുകളൊക്കെ അവരുടെ ഒരു ദിക്റാക്കി കൊണ്ട് നടന്നിരുന്നു. ചില മലായിക്കത്തിന്റെ ദിക്റുകളാണ് ചില ഇസ്മുകളൊക്കെ. ഇൻഷാ അല്ലാഹ് നമ്മൾ അതിനെ കുറിച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്.
അപ്പൊ ഇങ്ങനെ വലിയ വലിയ മഹാന്മാരൊക്കെ ഈ ദിക്റിനെ, ഈ ഇസ്മിനെ ഒരു ദിക്റാക്കി കൊണ്ടു നടന്ന് അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ജീവിച്ചപ്പോ അവരുടെ ഹാല് മാറിയിട്ട് അവർക്കൊരു പ്രത്യേക അവസ്ഥയിലും രൂപത്തിലേക്ക് എത്തിയിട്ട് അത്ഭുതങ്ങൾ അവർക്കുണ്ടായ എത്രയോ അനുഭവങ്ങള് ചില കിതാബുകളിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ അത്തരം ഹാല് മാറുന്ന സമയത്ത് മാറാൻ വേണ്ടിയിട്ടൊക്കെ ചില ദുആകളൊക്കെ ഉണ്ട്. നമ്മളൊന്നും ഇപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് എത്താത്തത് കൊണ്ട് ഇപ്പൊ തൽക്കാലത്തിന് അതിനെക്കുറിച്ച് നമ്മൾ വിശദീകരിക്കുന്നില്ല. അപ്പൊ അസ്മാഉൽ ഹുസ്നയിലെ ഈ ഒരു ഇസ്മ എന്ന് പറഞ്ഞാല് അത് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാകും. ഈ ഞെരുക്കവും തിടുക്കവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവര്, വല്ലാതെ ഒരു നിലക്കും മനസ്സും ശരീരവും എല്ലാം എങ്ങനെ നോക്കുമ്പോൾ ഒരു കുടുസ് അനുഭവപ്പെടുന്ന ആളുകളെ, അവരൊക്കെ 16,641 തവണ 9 ദിവസം കൊണ്ട് ഇത് ഉരുവിട്ട് തീർത്താൽ മതി എന്നുള്ളതാണ്. 9 ദിവസം കൊണ്ട്, അത് ആ ദിവസമൊക്കെ അതിനൊരു കണക്കുണ്ട്. അപ്പൊ 9 ദിവസങ്ങളിലായിട്ട് 16,641 തവണ അത് ചൊല്ലിക്കൊണ്ടിരിക്കുക. അങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നിട്ട് അതിങ്ങനെ ചൊല്ലുമ്പോ പ്രത്യേകമായിട്ട് ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷം അത് 9 ദിവസം കൊണ്ടാണ് ചൊല്ലേണ്ടത്. അങ്ങനെ അവനിടക്കിടക്ക് അല്ലാഹു ലത്തീഫും ബിഇബാദിഹി വഹുവൽ ഖവിയ്യുൽ അസീസ് എന്ന് പറയുന്ന ആ ഒരു ആയത്തുണ്ട്. ആ ആയത്ത് 129 തവണ ചൊല്ലുകയും വേണം. അപ്പൊ 16,641 തവണ ഇത് ചൊല്ലണം, യാ ലത്തീഫ് യാ അല്ലാഹ് എന്നുള്ളത്. ഒന്നും കൂടെ കൃത്യമാക്കി പറയാം, 16,641 തവണ ചൊല്ലണം. ആ ചൊല്ലല് 9 ദിവസങ്ങൾ കൊണ്ടാണ് ചൊല്ലേണ്ടത്. ആ ചൊല്ലുന്ന കാലയളവില് അവന് അല്ലാഹു ലത്തീഫും ബിഇബാദിഹി വഹുവൽ ഖവിയ്യുൽ അസീസ് ആയത്ത് ഓർമ്മിച്ചു വെച്ചോ. അല്ലാഹു ലത്തീഫും ബിഇബാദിഹി വഹുവൽ ഖവിയ്യുൽ അസീസ് എന്നീ പറയുന്ന ആയത്ത് എല്ലാ നിസ്കാരങ്ങൾക്കും 129 തവണ ചൊല്ലുക. അപ്പൊ അവന്റെ ആ തിടുക്കവും പ്രയാസങ്ങളൊക്കെ തീർന്നു കിട്ടാൻ കാരണമാകും. 7 തവണ ആരെങ്കിലും വെള്ളിയാഴ്ച രാവിലെ 4000 തവണ ഓതി തന്റെ ആവശ്യം മുൻനിർത്തി ദുആ ചെയ്താല് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കും. യാ ലത്തീഫ് യാ അല്ലാഹ് എന്നുള്ളത് ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച രാവിലെ ചൊല്ലിയാൽ മതി 4000 തവണ. 4000 എന്ന് പറയുമ്പോഴേക്ക് പേടിക്കാനില്ല. യാ ലത്തീഫ് യാ ലത്തീഫ് യാ ലത്തീഫ് യാ ലത്തീഫ് യാ ലത്തീഫ് യാ ലത്തീഫ്. ഇപ്പൊ തന്നെ എത്ര തവണയായി? പെട്ടെന്ന് തീരും യാ ലത്തീഫ് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മ അത് ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചൊല്ലാറുണ്ട്. നമ്മുടെ പ്രയാസങ്ങൾ തീരാന്, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാന്, അക്രമികളുടെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞു നിൽക്കാന്, തടവുകാരുടെ മോചനത്തിന്, ഇങ്ങനെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയാസങ്ങൾ നീങ്ങാന്, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാന്, അക്രമികളുടെ ദൃഷ്ടിയിൽ നിന്ന് മറയാന്, തടവുകാരുടെ മോചനത്തിന്, ജയിൽ മോചനത്തിന്, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മള് അസ്മാഉൽ ഹുസ്നയിലെ യാ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മ പൊതുവിലെ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. നല്ല ഫലം ലഭിക്കും എന്നുള്ളതാണ്. ഇനി നമ്മുടെ ഒരു ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഓരോന്നിനും ഓരോ രൂപങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടെ പറയുമ്പോഴേക്ക് സമയം വൈകിപ്പോകും. അഥവാ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ ശരീരവും വസ്ത്രവും നമ്മൾ ഇരിക്കുന്ന സ്ഥലമൊക്കെ പൂർണ്ണമായി ശുദ്ധി വരുത്തുക. അങ്ങനെ പൂർണ്ണമായി ശുദ്ധി വരുത്തിയിട്ട് 16,641 പ്രാവശ്യം യാ ലത്തീഫ് എന്നുള്ള ഇസ്മ വിളിച്ചുകൊണ്ടിരിക്കുക, ചൊല്ലിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഏത് ഉദ്ദേശത്തോടു കൂടെയാണോ അവനത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ആ ഉദ്ദേശം അവന്റെ മനസ്സിൽ പ്രത്യേകം കരുതിക്കൊണ്ടിരിക്കണം. അപ്പോ ഓരോ 100 തവണയും കഴിയുമ്പോൾ 16,641 തവണ അല്ലേ വിളിക്കേണ്ടത്. ഓരോ 100 തവണയും കഴിയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹു ലത്തീഫും ബിഇബാദിഹി, അതൊരു പ്രയാസം നീങ്ങാനാണെന്നുണ്ടെങ്കിൽ അല്ലാഹു ലത്തീഫും ബിഇബാദിഹി യർസുഖു മൻ യശാ വഹുവൽ ഖവിയ്യുൽ അസീസ് എന്ന് അവന് ആയത്തോതണം. അതിന്റെ പച്ച മലയാളത്തിൽ അവന് ദുആ ചെയ്യണം. ഓക്കെ, എന്റെ ആഗ്രഹം ഇതാണെന്ന്, എന്റെ ഒരു പ്രയാസം നീങ്ങൽ ഇതാണെന്നുള്ള കരുതിയിട്ട്. ഇനി ഒരു ആഗ്രഹം അവന് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ 16,641 തവണ നേരത്തെ പറഞ്ഞ പോലെ പൂർണ്ണശുദ്ധിയോടുകൂടെ ഹാജത്തിന്റെ നിസ്കാരം നിസ്കരിച്ച് ചെയ്യുക. എന്നിട്ട് അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ, നമുക്കറിയുന്ന ആയത്തല്ലേ, അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ.
അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ. ഒരാഗ്രഹ പൂർത്തീകരണത്തിനാണെങ്കിൽ ആ ആയത്താണ് ഓരോ 100 തവണയ്ക്ക് ശേഷവും ചെയ്യേണ്ടത്. അപ്പൊ എന്താണ് പറഞ്ഞത്? 16,641 തവണ യാ ലത്തീഫ് എന്നുള്ള ഇസ്മ ചൊല്ല, അത് വിളിക്കാം. അങ്ങനെ വിളിച്ചു കഴിഞ്ഞ് ഓരോ 100 തവണയും എത്തുമ്പോൾ അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ എന്നുള്ള ആയത്ത് 29 തവണ പറയണം. അപ്പൊ 29 തവണയാണ് പറയേണ്ടത്. അങ്ങനെയാണ് ഇതിൽ കാണുന്നത്. ഇനി ഇൻഷാ അല്ലാഹ് അധികം സമയം എടുക്കൂലല്ലോ. പിന്നെ അവിടെ ഒരു ദുആ ചെയ്യാനുണ്ട് മലയാളത്തിൽ. അല്ലാഹുവേ, എൻ്റെ ആവശ്യങ്ങൾ ഇന്ന ആളിൽ നിന്ന് നീ പൂർത്തീകരിക്കണേ എന്നുള്ളതാണ് പറയേണ്ടത്. അവിടെ ഇനി എന്താ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മതി, അറബിയിൽ പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അറബിയിൽ പറയേണ്ടവർക്ക് അല്ലാഹുമ്മ ഖുല്ലി ഹാജത്തി മിൻ ഫുലാനിൻ എന്ന സ്ഥലത്ത് ഫുലാൻ എന്ന് പറയുന്ന ഭാഗത്ത് ആരിൽ നിന്നാണോ ആഗ്രഹം ആ ഒരു വിഷയം നമുക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് അയാളുടെ പേര് ചേർക്കുക. എന്നിട്ട് ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അപ്പോൾ അല്ലാഹുമ്മ ഖുല്ലി ഹാജത്തി മിൻ ഫുലാൻ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അപ്പോൾ ഒരൊറ്റ ഉദാഹരണം നമ്മൾ പറയണം. നമ്മൾ ഒരാളുടെ അടുക്കലിൽ നിന്ന് നമുക്ക് ഒരു ജോലി ലഭിക്കണം എന്ന ആഗ്രഹത്തോടു കൂടെയാണ് നമ്മൾ ഈ അമൽ ചെയ്യുന്നത്. എന്നാൽ നമ്മൾ 16,641 തവണ ഇത് ചൊല്ല, പൂർണ്ണശുദ്ധിയോടെ സ്വലാത്തുൽ ഹാജ നിസ്കരിച്ച് കാമിലായ വുളുവോടുകൂടെ ഖിബ്ലക്ക് അഭിമുഖമായിട്ട് 100 തവണ ആദ്യം ചൊല്ലുന്നു. 16,641 തവണ ചൊല്ലേണ്ടത് 100 തവണ ആദ്യം ചൊല്ലുന്നു. എന്നിട്ട് നമ്മൾ ആഗ്രഹം നേടിയെടുക്കാനുള്ള ആയത്ത് അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ. എന്നിട്ട് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു പച്ച മലയാളത്തിൽ. അറബി മനസ്സിലാക്കിയ ഒരു അല്ലാഹുമ്മ ഖുല്ലി ഹാജതി മിൻ ഫുലാനിൻ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആ ഫുലാൻ എന്ന ഭാഗത്ത് നമ്മൾ അയാളുടെ പേര് ചേർക്കുന്നു. റഷീദ് എന്നോ ബഷീർ എന്നോ നബ്ഹാൻ എന്നോ റോഷൻ എന്നോ സൽമാൻ എന്നോ സ്വാലിഹ് എന്നോ തൗഫീഖ് എന്നോ ഹിഷാം എന്നോ ഇങ്ങനെ എന്തെങ്കിലും പേരുകൾ നമ്മൾ അതിന്റെ കൂട്ടത്തിൽ ചേർക്കുന്നു. ആരുടെ അടുക്കലിൽ നിന്നാണോ നമുക്കത് കിട്ടേണ്ടത് അവരുടെ പേര് ചേർക്കുന്നു. അങ്ങനെ ചേർത്തിട്ട് നമ്മൾ ദുആ ചെയ്യുന്നു. അങ്ങനെയാണ് അതിനെ ചെയ്യേണ്ടത്. തടവുകാരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വ്യത്യസ്തമായ അമല പറഞ്ഞത്. ഇതേപോലെ തന്നെ കാമിലായ വുളുവോടുകൂടെ വരിക, 16,641 തവണ ചൊല്ലുക. അങ്ങനെ ഓരോ 100 തവണ കഴിയുമ്പോഴും 29 തവണ ഒരു ആയത്ത് ഓതാനുണ്ട്. നേരത്തെ ആയത്ത് 29 തവണയാണ്. ആ ആയത്ത് ഇന്ന റബ്ബി ലത്തീഫുൽ ലിമാ യശാ ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം ലാ തുദ്രികുഹുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലത്തീഫുൽ ഖബീർ. ഇതാണ് ആ ആയത്ത്. അത് ജയിൽ മോചനത്തിന്, തടവിലകപ്പെട്ടവരുടെ മോചനത്തിന് വേണ്ടിയിട്ട്, അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ മോചനത്തിന് വേണ്ടിയിട്ടൊക്കെ ഈ അമൽ ചെയ്യാം. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അതിന് നല്ല റിസൾട്ട് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളിലും നമുക്ക് നല്ല ഫലം നൽകട്ടെ. ഞാനിപ്പോൾ ഇന്ന് യാ ലത്തീഫിനെ കുറിച്ച് പറയാൻ ഉദ്ദേശിച്ച എല്ലാ അമലുകളും പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയും ഒരുപാട് ലത്തീഫിനെ കുറിച്ച് പറയാനുണ്ട്. അതൊരു മറ്റൊരു സമയത്ത് മറ്റൊരു വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് ഉൾപ്പെടുത്തുമെന്ന് അറിയിക്കുകയാണ്. ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുന്നു, യാ ലത്തീഫ് എന്നുള്ള ഇസ്മ മുറുകെ പിടിക്കാൻ തയ്യാറായവർ അവർ പ്രത്യേകം എഴുതി അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ, ഇതുവരെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇന്നു മുതൽ യാ ലത്തീഫ് എന്നുള്ള അമല് ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് ഒരു ദിവസം ഇത്ര തവണയെങ്കിലും ചൊല്ലും. അതിൻ്റെ ആദത് പറഞ്ഞില്ല, 129 അതിൻ്റെ ആദത്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്യാം. യാ ലത്തീഫ് എന്ന അതിൻ്റെ മലക്കുകൾ ആരാണെന്നുള്ളതും അവരുടെ ഖിദ്മത്ത് എങ്ങനെയാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളതും ആ മലക്കുകൾക്ക് കീഴിലുള്ള അണികളൊക്കെ നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ഞായറാഴ്ച 10 മണിക്ക് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വരേണ്ടത്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡിയിലും ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിലൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. എല്ലാവരും പരസ്പരം ദുആ ചെയ്യണം. അപ്പോൾ ആരൊക്കെയാണ് ഇത് ചൊല്ലാൻ വേണ്ടി ചേർത്ത് പിടിക്കാൻ വേണ്ടി തയ്യാറായവരൊക്കെ എഴുതി അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ആക്റ്റീവ് ആകുക, പ്രാക്ടിക്കലായിട്ട് ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. അത്ഭുതങ്ങൾ സംഭവിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.